തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീരുകയാണ്. ഞാൻ ശുദ്ധനല്ല, ഞാനൊരു അശുദ്ധനായ മനുഷ്യനാണ്. എന്നാൽ അശുദ്ധനായ എന്നെ ശുദ്ധനാക്കി തീർത്ത് എനിക്ക് ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ആ മരണത്തോടടുക്കുന്ന അവസാന സമയങ്ങളിൽ ഞാൻ കാണണം അങ്ങ് നിൽക്കുന്നതായ ആർപ്പോടെ ദൂതസംഘമാകവേ എന്നെ എതിരേൽപ്പാൻ നിൽക്കുന്നതായ ആ സ്വർഗീയമായ കാഴ്ച. അന്ന് സ്വർണ്ണ വീഥികളെ കടന്ന് ജീവവൃക്ഷങ്ങളെ കണ്ടുകൊണ്ട് സ്വർണ്ണ നഗരവീതിയിൽ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് എന്നെ ദൂതന്മാർ ആനയിക്കുന്ന ആ യാത്രയിൽ ഞാൻ പാടും, ആർപ്പോടെ ഞാൻ നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ അനുഭവം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നാം തിരുവചനം കേൾക്കുന്നത്, തിരുവചനം വായിക്കുന്നത്, തിരുവചനം ചിന്തിക്കുന്നത്, തിരുവചന പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. മോണിമെൻറ്റ്സ്, സ്മാരകങ്ങൾ എന്നൊരു ചെറിയ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, സ്മാരകങ്ങൾ, ഈ ലോകത്തിലെ അനേകം മനുഷ്യർ അവർ സ്മാരകങ്ങളായി ഈ ലോകത്ത് അനേകം മ്യൂസിയങ്ങളിൽ കാണാൻ നമുക്ക് സാധിക്കും. ഒരു ഭക്തൻ വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു. പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ ഭക്തനായ മനുഷ്യൻ കണ്ടു ചോരയിൽ കുളിച്ചു കിടക്കുന്നതായ ഒരു പ്രവാചകൻ. വാളുകൊണ്ട് വെട്ടപ്പെട്ട് ദേഹം മുഴുവൻ മുറിഞ്ഞ് ആ ചോരയിൽ മരിച്ചു കിടക്കുന്നതായ ഒരു പ്രവാചകനായ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവാചകൻ എവിടെയാണ് കാണപ്പെടേണ്ടത്? ദൈവരാജ്യത്തിലാണ് കാണേണ്ടത്. ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തോടുകൂടെ ജീവിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന് ദൈവത്തിൻ്റെ മക്കളെ വചനം കൊടുത്ത് പ്രബോധിപ്പിച്ച് അവസാനം ദൈവരാജ്യത്തിലേക്ക് പോകേണ്ട പ്രവാചകൻ വഴിയരികിൽ വാളുകൊണ്ട് വെട്ടപ്പെട്ട് കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ, സംഖ്യാപുസ്തകം 31 അധ്യായം 8 വാക്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പ്രവാചകൻ്റെ പേര് ബെലയാം എന്നാണ്. ആ പ്രവാചകൻ്റെ പേര്. ദൈവത്തിന് സ്തോത്രം. ആ പ്രവാചകനെ നോക്കിക്കൊണ്ട് ഈ ഭക്തനായ മനുഷ്യൻ നിന്നതുപോലെ ഞാനും സങ്കടത്തോടെ വിനയത്തോടെ നിൽക്കുകയാണ്. എൻ്റെ കർത്താവേ, ഇങ്ങനെ ഒരു കാര്യം ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാം. 2020 കൊറോണ എന്ന് പറയുന്ന വെറും മൈക്രോ ഭാരം മാത്രമുള്ളതായൊരു വൈറസ് ഈ കോടാനുകോടി മനുഷ്യരെ വഞ്ചിച്ചു കളഞ്ഞു, ആത്മീയത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. കുഞ്ഞു കുട്ടികളുടെ ഹൃദയം പോലും അശുദ്ധിയിലേക്കും അഴുക്കിലേക്കും മാറ്റിക്കളഞ്ഞു. അവർക്ക് ആരാധന താല്പര്യമില്ല, വചനം താല്പര്യമില്ല, ദൈവാലയങ്ങൾ വേണ്ട, ഈ ലോകം മാത്രം മതിയെന്ന് ചിന്തിക്കുന്നതായ അനേകം മനുഷ്യർ. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം എല്ലാം നന്ദി കൊണ്ട് നിൽക്കുകയാണ്. കാരണം എൻ്റെ യേശുവേ, നീ ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്നതായ വഴികൾ ഞങ്ങൾ ഈ കൂട്ടായ്മ നാം ഒരുമിച്ച് ആരംഭിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കർത്താവേ, അത് പറയാൻ പോലും നമുക്ക് പറ്റുമോ? ചിന്തിക്കാൻ പോലും പറ്റുമോ? കാരണം ഒരു നാളിൽ നമ്മെ വിളിച്ചൊരു ദൈവമുണ്ട്, ദൈവരാജ്യത്തിൽ എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞൊരു ദൈവമുണ്ട്, എന്നോട് നേരിട്ട് വാക്ക് പറഞ്ഞൊരു ദൈവമുണ്ട്, നിങ്ങളോട് നേരിട്ട് വാക്ക് പറഞ്ഞൊരു ദൈവമുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്ന് വാക്ക് പറഞ്ഞ ഒരു ദൈവമുണ്ട്. എന്നാൽ ആ വഴിയിൽ ഇടർച്ച വയ്ക്കാൻ പിശാച് പല കെണികളും കൊണ്ടുവന്നു. എന്നാൽ അതിൽ നിന്ന് കരിമരവും കരിവേലവും വെട്ടിയിട്ടാൽ ഒരു കുറ്റി ശേഷിക്കുന്നത് പോലെ ജീവനുള്ള ദൈവം എവിടെയായി കുറ്റിയായി നിന്ന് ദൈവത്തിൻ്റെ മക്കളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് നാം ഒരുമിച്ച് നിൽക്കുകയാണ്. നന്ദിയോടെ നാം ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ചിന്തിക്കണം, നാം പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ വഴിയോരത്ത് പട്ടുപോകുന്ന ഒരു മനുഷ്യനായി തീരാൻ ഇടവരരുത്. ആ കാഴ്ച കണ്ടുകൊണ്ട് ആ ഭക്തൻ ഇപ്രകാരം ഒന്ന് പാടിക്കാണും. ഒരു വരി നമുക്ക് ധ്യാനത്തോടെ ഒന്ന് പാടാം. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം, വീരഭൂമാൻകളിൽ വീണവരിൽ. കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം, വീരഭൂമാൻകളിൽ വീണവരിൽ. ആ പാട്ടിൽ ഭക്തൻ ഒരു വശത്ത് പാടും, കർത്താവേ, ഒരു നാൾ നീ എന്നെ വന്ന് വിളിച്ചപ്പോൾ. അപ്പോസ്തലനായ പത്രോസിന്റെ അനുഭവം ഓർത്തുകൊണ്ട് പറയുകയാണ്, ഒരു നാൾ കരയിൽ നിൽക്കുന്നതായ പത്രോസിനോട് കടലിൽ നടക്കുന്നതായ യേശുക്രിസ്തു പറഞ്ഞു, ഇവിടെ വരിക എന്ന് പറഞ്ഞപ്പോൾ
മുൻപിൽ ആഴിയാണോ സമുദ്രമാണോ, അതിന് എന്ത് ആഴമുണ്ട്, അതിൽ വലിയ തിമിംഗലങ്ങളുണ്ടോ, ഒന്നും നോക്കാതെ ആഴിയെന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല അലകളെ ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്ന് ഞാൻ ഓർത്തില്ല, ആഴം ഞാൻ ആരാഞ്ഞില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ നിൻ വിളി കേട്ടപ്പോൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ ഒരു യേശുക്രിസ്തുവിൻ്റെ വിളി കേട്ടിട്ടുണ്ടോ? വാസ്തവത്തിൽ നാം എല്ലാം ഇറങ്ങി പുറപ്പെട്ടത് എങ്ങനെയാണ്? പണ്ടൊരു കവിതയിൽ വായിച്ചു തോർക്കുന്നുണ്ട്. അങ്ങ് പശ്ചിമഘട്ടത്തിൽ മേഘങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോൾ, സൂര്യനങ്ങ് കടലിനെ ചുംബിക്കുമ്പോൾ, ഗലീല കടൽ തീരത്ത് ഞാൻ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിറകിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു, എന്നെ അനുഗമിക്കുക എന്നൊരു ശബ്ദം. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും സെബദി മക്കൾ അവരെല്ലാം ഇറങ്ങിത്തിരിച്ചു യേശുവിൻ്റെ പിന്നാലെ. പ്രിയപ്പെട്ടവരെ, നമുക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയവരാണ്. ഇന്ന് ആദ്യമായി വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമുക്ക് കിട്ടിയ മഹാഭാഗ്യം അതാണ്. എനിക്ക് എൻ്റെ 22-ാമത്തെ വയസ്സിൽ കിട്ടി. എനിക്കത് പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഞാനാക്കി തീർത്ത എൻ്റെ ജീവനുള്ള യേശു, എന്നെ സന്ദർശിച്ച എൻ്റെ നല്ല പ്രായം, മുറുക്കി ചൂപ്പിച്ച പല്ലും ബീഡി വലിച്ചു പൊള്ളിയ ചുണ്ടും പാറിപ്പറന്ന മുടിയുമായി, ഈ ബൈബിൾ ഒരിക്കൽ പോലും വായിക്കാത്ത, യേശു എന്ന നാമം നാവിലെടുക്കാത്ത, എൻ്റെ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ പോലും ഒരു തുള്ളി കരയാത്ത എൻ്റെ അരികിലേക്ക് ഒരു ദിവസം യേശുക്രിസ്തു കടന്നു വന്നു. അന്ന് എൻ്റെ 2 പെങ്ങന്മാർ ഒരു വശത്ത് നിന്നു, എൻ്റെ അമ്മ ഒരു വശത്ത് നിന്നു. വീട്ടിൽ രാത്രി 10 മണി കുറേ പേര് കടന്നു വന്നു. അവർ പറഞ്ഞു, ഈ പെങ്ങന്മാർ വിശ്വാസമൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം, നീ എന്തു പറയുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു സെക്കൻഡ് അവരെ ഒന്ന് നോക്കി. ഞാൻ എന്നിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അറിയാതെ പറഞ്ഞു, ഇവർ പോകുന്ന വഴിക്ക് തന്നെ പോകാനാണ് എൻ്റെയും തീരുമാനമെന്ന്. ഇന്നേക്ക് 32 കൊല്ലം മുമ്പ് ഞാൻ എന്തുകൊണ്ട് അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയട്ടെ, എൻ്റെ 54-ാമത്തെ വയസ്സ് നിന്നുകൊണ്ട് ഈ കഴിഞ്ഞ 32 കൊല്ലക്കാലം എൻ്റെ ഉയർച്ചയിലും എൻ്റെ താഴ്ചയിലും എൻ്റെ രോഗത്തിലും എൻ്റെ ആവശ്യങ്ങളിലും എൻ്റെ പ്രതിസന്ധികളിലും നമ്മുടെ കാലങ്ങളെല്ലാം എന്നെ വഴി നടത്തിയ, നമ്മെ വഴി നടത്തിയ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അടുത്ത് അനുഭവിച്ചുകൊണ്ട് പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ഒരു യാഥാർത്ഥ്യമാണ്. യേശുവിൻ്റെ ശബ്ദം ഒരു യാഥാർത്ഥ്യമാണ്. യേശുവിൻ്റെ സാമീപ്യം ഒരു യാഥാർത്ഥ്യമാണ്. ആ ക്രിസ്തുവിൻ്റെ വിളി കേട്ടാണ് നാം ഓരോരുത്തരും ഇറങ്ങി പുറപ്പെട്ടത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്ര അങ്ങ് അവിടെ കൊണ്ടെത്തിക്കണം. ഈ ബെലയാം എന്ന് പറയുന്ന പ്രവാചകൻ, അവൻ കള്ളപ്രവാചകനാണെന്നൊക്കെ ചില പണ്ഡിതന്മാർ പറയും. പക്ഷെ ബെലയാം ശരിക്കൊരു ദൈവത്തിൻ്റെ പ്രവാചകൻ തന്നെയായിരുന്നു. ബെയോരിൻ്റെ മകനായ ബെലയാം എന്നാണ് തിരുവചനം പറയുന്നത്. ബെയോരിൻ്റെ മകനായ ബെലയാം. ബെയോർ എന്ന് പറഞ്ഞാൽ ഏദോമ്യ രാജാവായിരുന്നു. ഒരു രാജാവിൻ്റെ മകനാണ് ഈ ബെലയാം. പക്ഷേ ബെലയാം ഒരു ദൈവഭക്തനായി, ദൈവത്തിൻ്റെ പ്രവാചകനായി മാറി. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ്, അതിൻ്റെ ഒരു വശം മാത്രമാണ് ഞാൻ പറയുന്നത്, ബെലയാമിൻ്റെ നാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദിവസം വന്നപ്പോൾ ബെലയാം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യം. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ എന്ന് ബെലയാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണത്. ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ദൈവവചന ശുശ്രൂഷയിൽ വരുമ്പോൾ, ദൈവമക്കൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ നമ്മുടെ എല്ലാം ആഗ്രഹം എന്താണ്? കർത്താവേ, ദൈവമക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കിട്ടുന്നതായ ഒരു സ്വർഗീയ സുഖമുണ്ട്, ഒരു സ്വർഗീയ ശാന്തിയുണ്ട്. ദൈവമേ, ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ ഓരോരുത്തരും നാവുകളിലൂടെ വരുമ്പോൾ എൻ്റെ ഉള്ളിലൂടെ കത്തിപ്പടരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയുണ്ട്. എൻ്റെ കർത്താവേ, ഇത് ഈ ഭൂമിയിലെ ചെറിയൊരു രുചിയാണെങ്കിൽ നിത്യത എന്തായിരിക്കും? കർത്താവേ, എനിക്കും യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കണം. ഇല്ലേ, എല്ലാവരും പറയുന്നത് അതല്ലേ? എനിക്കിനിയുള്ള കാലം യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കണം, എനിക്ക് യേശുവിൻ്റെ വേല ചെയ്യണം, എനിക്കൊരു രഹസ്യ വിശുദ്ധനായി ജീവിക്കണം, എന്നിലൊരു കറയും കളങ്കവും പാടില്ല. ഇതെല്ലാം നാം ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ബെലയാമിൻ്റെ നാവിൽ വന്നപ്പോൾ അത് പറഞ്ഞുവെങ്കിലും, ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവരുടെ പോലെ ആകട്ടെ. ഇല്ല, നാം എന്നും കേൾക്കാറുള്ളതല്ലേ? DL മോഡി മരിക്കുമ്പോൾ ഭാര്യയോട് പറഞ്ഞില്ലേ, മമ്മ, ഇതാണോ മരണം? ഇതാണ് മരണമെങ്കിൽ മരണം എത്ര മനോഹരം. ദൈവത്തിന് സ്തോത്രം.
ഇതാണ് മരണം, ഇത് എൻ്റെ കിരീടധാരണ ദിവസമാണ്. ഞാൻ കേൾക്കാറില്ലേ? സാധു സുന്ദർ സിംഗ്, അനേകം ഭക്തന്മാർ. FP മേയർ പറഞ്ഞു, തൻ്റെ കൂടെയുള്ള ഒരു ശിഷ്യൻ, ഒരു പ്രിയപ്പെട്ട സഹോദരൻ മരിച്ചപ്പോൾ പറഞ്ഞു, ആ മരണക്കിടക്ക് അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഐ ഹാവ് റേസ്ഡ് യു ടു ഹെവൻ, സീ യു ഓഫ് ദെയർ. ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് ഓടാൻ പഠിപ്പിച്ചു. നമുക്കിനി അവിടെ കാണാം. ദൈവത്തിന് സ്തോത്രം. അതൊരു പ്രത്യാശയാണ്, അതൊരു പ്രതീക്ഷയാണ്. ഭക്തന്മാർ മരിക്കും പോലെ എനിക്ക് മരിക്കണം, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. പക്ഷെ അത് പറഞ്ഞതായ ബെലയാം വാളുകൊണ്ട് വെട്ടപ്പെട്ട് അനേകായിരങ്ങളോടുകൂടെ വെറും യുദ്ധഭൂമിയിൽ മരിച്ചു വീണു. എന്താണ് കാരണം? ബെലയാം ഇതെല്ലാം പറഞ്ഞുവെങ്കിലും ബെലയാമിൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാമായിരുന്നുവെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ്, യൂദാസ്ലീഹ, അപ്പോസ്തലനായ യോഹന്നാൻ, ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാർ ലേഖനം എഴുതിയപ്പോൾ അവരുടെ കയ്യിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. 2 പത്രോസ് 2:15 ഈ ബെലയാമിൻ്റെ ജീവിതത്തിലെ ആകത്തുക എന്താണ് എന്ന് ഈ 3 സ്ലീഹന്മാരും അവരുടെ ലേഖനങ്ങളിൽ എഴുതി വെച്ചു. സംഖ്യാപുസ്തകം 22, 23, 24, 25 ഈ അധ്യായങ്ങളിലാണ് ബെലയാമിനെ നാം കാണുന്നത്. എന്നാൽ ഈ ബെലയാമിൻ്റെ ജീവിതത്തിൻ്റെ വീഴ്ച ഈ 3 അപ്പോസ്തലന്മാർ 3 വാക്യങ്ങളിലായി കുറിച്ചു വെച്ചു. ഒന്നെന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യൂദാസ്ലീഹയാണ് പറഞ്ഞത് ബെലയാമിൻ്റെ വഞ്ചനയുള്ള ഹൃദയം. അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞു, ബെലയാമിൻ്റെ ഉപദേശം ഒരു രഹസ്യമായി പുറത്ത്. നിങ്ങൾ സംഖ്യാപുസ്തകം 23, 24 അധ്യായങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന് ആവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വായിലൂടെ വരുന്ന വാക്കുകൾ എത്ര ലാവണ്യമുള്ളതാണെന്നറിയാമോ? അതിസുന്ദരമായ ഭാഷയിലാണ് ഈ ബെലയാം പ്രവചിക്കുന്നത്. പക്ഷേ ഒരാളോട് രഹസ്യമായി പറയുമ്പോൾ ചെറിയൊരു ഉപദേശ പെശ കൊടുക്കുന്നു. അങ്ങനെയാണ് ബെലയാം ജനത്തെ അന്ന് വഞ്ചിച്ചത്. ദൈവത്തിന് സ്തോത്രം. 1 ബെലയാമിൻ്റെ വഞ്ചന, 2 ബെലയാമിൻ്റെ ഉപദേശം. 3-ാമത്തെ കാര്യമാണ്, വായിക്കാം. 2 പത്രോസ് 2:15. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബെലയാമിന്റെ വഴിയിൽ നടന്നു. ദൈവത്തിന് സ്തോത്രം. അവർ നേർവഴി വിട്ട് ബെയോരിൻ്റെ മകനായ ബെലയാമിൻ്റെ വഴിയിൽ നടന്നു. പ്രിയപ്പെട്ടവരെ, നേർവഴി, നേരായ പാതയിൽ പോകേണ്ട മനുഷ്യൻ ആ വഴി വിട്ടിട്ട് തെറ്റായ പാതയിൽ നടന്നു. ഈ ബെലയാം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മുഴുവൻ വിധേയപ്പെടാതെ ഒരു കഴുതപ്പുറത്ത് കയറി യാത്ര പോവുകയാണ്. കഴുതപ്പുറത്ത് കയറി യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ കഴുതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. കാരണം മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ വാൾ ഊരിപ്പിടിച്ച് നിൽക്കുകയാണ്. ഉരിയാട കഴുതയ്ക്ക് ദൂതനെ കാണാം, പക്ഷേ പ്രവാചകനായ ബെലയാമിന് ദൈവദൂതനെ കാണാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയത്തിലെ ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചില വഞ്ചനയും ചില ഉപദേശ പെശകളും വരുമ്പോൾ, നേർവഴി വിട്ട് തെറ്റുമ്പോൾ അവൻ ദൈവത്തിൻ്റെ വഴി കാണാതെ, ദൈവത്തെ കാണാതെ അവൻ വലയുന്നത് കാണാൻ സാധിക്കും. അവിശ്വാസികളുടെ ഹൃദയം കുരുടാക്കി എന്ന് വചനം പറയുന്നത് പോലെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബെലയാമിൻ്റെ കണ്ണു തുറന്നു. അപ്പോൾ ദൂതൻ ബെലയാമിനോട് പറഞ്ഞു, നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു, നിന്റെ വഴി നാശകരം എന്ന് ഞാൻ കാണുന്നു, നിന്നെ തടയുന്നതിന് വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നേർവഴി വിട്ട് തെറ്റിപ്പോകുന്ന മനുഷ്യനെ തടയുവാൻ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുന്നു. സ്തോത്രം. എന്താണ് ഈ നേർവഴി വിട്ട് തെറ്റുക? എന്താണ് ഈ വഴി തെറ്റിയെന്നെല്ലാം പറയുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ശലോമോൻ സദൃശവാക്യങ്ങൾ എഴുതിയപ്പോൾ മനുഷ്യ ഹൃദയത്തിൻ്റെ വഴികളെപ്പറ്റി വ്യക്തമായി പറയുകയാണ്. 30:19. ആകാശത്ത് കഴുകന്റെ വഴിയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നിർത്തി വായിച്ചു കേൾക്കുമ്പോൾ ആ കാഴ്ച ഒന്ന് കാണണം. ഒന്നെന്താണ്? ആകാശത്ത് അങ്ങ് നീലവാനത്തിൽ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്തത്ര ഉയരത്തിൽ കഴുകനിങ്ങനെ പറന്നു നടക്കുന്ന ആകാശത്ത് കഴുകൻ്റെ വഴിയും, പാറമേൽ സർപ്പത്തിന്റെ വഴിയും. പാറമേൽ ഒരു പാമ്പ്, ഒരു അണലിയോ ഒരു മൂർഖനോ വലിയൊരു പരന്ന പാറപ്പറപ്പിലേക്ക് കടന്നു ചെന്നു. അതിന് സാധാരണ പോലെ എഴയാൻ സാധിക്കില്ല. ഈ പാറമേൽ ഈ പാമ്പുണ്ടല്ലോ, നല്ലതുപോലെ എസ് പോലെ ഇങ്ങനെ വളഞ്ഞ് 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 പോകുന്നതായ ഒരു പാമ്പിൻ്റെ വഴി, പാറമേൽ സർപ്പത്തിൻ്റെ വഴിയും, സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും. സമുദ്രമധ്യേ അങ്ങ് കൊച്ചി തുറമുഖത്ത് നിന്ന്
ഗൾഫ് രാജ്യത്തിലേക്ക് പോകുന്ന ഒരു കപ്പൽ. ആ കപ്പൽ അറബിക്കടലിൻ്റെ മധ്യത്തിലേക്ക് ഞാൻ കടന്നു ചെന്നു. പിന്നെ ആ കപ്പൽ പോകുന്ന വഴി ആർക്കറിയാം? അതിൻ്റെ അവിടുത്തെ ആഴമാർക്കറിയാം? സമുദ്രമധ്യത്തിൽ കപ്പലിൻ്റെ വഴിയും കന്യകയോടുകൂടെ പുരുഷന്റെ വഴിയും തന്നെ. കന്യകയോടുകൂടെ പുരുഷൻ്റെ വഴിയും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു സ്ത്രീയോടുകൂടെ ഒരു പുരുഷൻ, ഒരു പുരുഷൻ്റെ കൂടെ ഒരു സ്ത്രീ. അശുദ്ധി, അത്ര ചിന്തിച്ചാൽ മതി. അശുദ്ധിയുടെ വഴി. എത്ര പുറമേ എങ്ങനെ വിളങ്ങി നിൽക്കുന്ന മനുഷ്യനാണെങ്കിലും ശരി, മനുഷ്യ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്നതായ ചില അശുദ്ധിയുടെ വഴികളുണ്ട്. ഒന്ന്, ആകാശത്ത് കഴുകൻ്റെ വഴി. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ഹൃദയത്തിൽ കൂടുകൂട്ടിയിരിക്കുന്ന, മനുഷ്യ ഹൃദയത്തിൽ നിരൂപിക്കുന്നതായ, ആരും കാണാത്തതായ ഉന്നത ഭാവങ്ങളുടെ വഴി. അത് ബിലെയാമിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ബിലെയാമിനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കണം, ദാനിയേൽ എന്ന എനിക്ക് അങ്ങനെ ഒരു ഉന്നത ഭാവത്തിൻ്റെ വഴിയുണ്ടോ? കർത്താവേ, ആരും കാണാത്ത സമയത്ത് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഉണ്മാനം ഒഴുപ്പാനുണ്ടെങ്കിൽ മതി, എനിക്ക് എന്നെ ആരും കാണണ്ട, എനിക്കെങ്ങും വിളങ്ങേണ്ട, എനിക്കെങ്ങും പ്രസംഗിക്കേണ്ട, എനിക്ക് ഈ ലോകത്തിൽ ആരുമാകേണ്ട, വലിയ വലിയ സ്ഥാപനങ്ങളുടെ മേധാവിയാകേണ്ട എന്നൊക്കെ ഞാൻ പറയുമെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിരൂപിക്കുന്ന ഉന്നതമായ ഭാവങ്ങളുടെ വഴി എന്തെന്ന് മിസ്റ്റർ ദാനിയേൽ നീ തിരിച്ചറിയുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന കഴുകൻ്റെ വഴികൾ നിങ്ങൾ കണ്ടെത്താറുണ്ടോ? പിന്നെ എന്താണ് ഉപവാസം എന്ന് പറയുന്നത്? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക എന്നതോ, ഭക്ഷണം മാറ്റിവെക്കുക എന്നതോ അല്ലല്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിലെ ഉന്നത ഭാവങ്ങളുടെ വഴി. രണ്ട്, പാറമേൽ സർപ്പത്തിൻ്റെ വഴി. വളഞ്ഞു വളഞ്ഞു പോകുന്ന ഹൃദയം. റജുവല്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, നേരെ വാ നേരെ പോയെന്നല്ല. പ്രിയപ്പെട്ടവരെ, പലരോടും മുൻവിധി, നിരൂപണ ബുദ്ധി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. വചനം കേട്ട കാലം മുതൽ എന്നും പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ, നിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് തരണമേ. എന്താണ് കർത്താവിൻ്റെ മനസ്സ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശരിയായി വസിക്കുന്ന മക്കളുടെ മനസ്സെന്താണ്? എനിക്കതില്ല. ഞാൻ പറയും, ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടില്ല. കർത്താവെ, ഏത് മനുഷ്യനെയും മുൻവിധിയോടെ കാണാതെ ക്രിസ്തു എങ്ങനെ കാണുന്നു എന്നുള്ള ഭാവത്തോടെ കാണുന്നതായ ഒരു ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായി തീരുക. എന്നാൽ ഇതോ ഹൃദയത്തിൽ വളഞ്ഞതും പൊളഞ്ഞതുമായ സൂത്രത്തിൻ്റെയും കൗശലത്തിൻ്റെയും വഴികൾ ഹൃദയത്തിൽ കിടക്കുന്നു. മാത്രമോ, സമുദ്രമധ്യേ കപ്പലിൻ്റെ വഴി. ആഴങ്ങൾ. എന്താണ് ആഴം? ഹൃദയത്തിൻ്റെ ആഴങ്ങൾ. അതിനും പറയും സാത്താൻ്റെ ആഴങ്ങൾ. എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ, ഞാൻ 22-ാമത്തെ വയസ്സിലാണ് മാനസാന്തരപ്പെട്ടത്. ആ കാലം മുതൽ, അതിനു മുമ്പ് മുതൽ ഞാൻ ചെയ്തു കൂട്ടിയ പല പല പാപങ്ങളുടെയും വേരുകൾ ഈ ആഴത്തിൻ്റെ അടിത്തട്ടിൽ മയങ്ങിയും മറഞ്ഞും കിടക്കുന്നു. അത് കണ്ടെത്തിയിട്ട് എൻ്റെ കർത്താവേ, ഈ ആഴത്തിൽ മറഞ്ഞു കിടക്കുന്ന അശുദ്ധിയുടെയും അഴുക്കിൻ്റെയും ചിന്തകളുടെയും ഭാവങ്ങളുടെയും പഴയകാല പാരമ്പര്യത്തിൻ്റെയും ഉള്ള അനേകം വേണ്ടാത്ത വിത്തുകൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പൊക്കിയെടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അശുദ്ധിയുടെ വഴികൾ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവിതം ക്രിസ്തുവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്കാർക്കെല്ലാം താല്പര്യമുണ്ട്. കർത്താവേ, എന്നൊരു ഭക്തനാക്കി മാറ്റണമേ, എന്നൊരു ഭക്തിയാക്കി മാറ്റണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന അശുദ്ധിയും വളഞ്ഞ വഴികളും ഉന്നത ഭാവങ്ങളും ആഴത്തിൽ മറഞ്ഞു കിടക്കുന്നതെല്ലാം പൊക്കിയെടുത്ത് കർത്താവേ, നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു കഴുകൽ പ്രാപിക്കുവാൻ എനിക്ക് നീ കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, ഇത് ഉള്ളിൽ കിടന്നാൽ എന്താ സംഭവിക്കുന്നത്? നിനച്ചരിയാതെ മരണം വരും. ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണമെന്നാണ് ആഗ്രഹം. കർത്താവിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ പറന്നു പോകണമെന്നാണ് ആഗ്രഹം. ആഗ്രഹം നമ്മെ എങ്ങും കൊണ്ടെത്തിക്കുന്നില്ല. ബിലെയാമിന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ ദൈവരാജ്യത്തിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മക്കൾ ദൈവരാജ്യത്തിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ ആഗ്രഹം എങ്ങും കൊണ്ടെത്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നോട് പറയുകയാണ്, എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു സൂര്യന് ഭൂമിക്ക് അപ്പുറയുള്ള ചന്ദ്രനിൽ പോകണമെന്ന്. സാധിക്കുമോ? ആഗ്രഹിക്കാം. അതിനെന്തുമാത്രം കഷ്ടപ്പാടുണ്ട്, എന്തുമാത്രം ത്യാഗം സഹിച്ചാലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ 12 മുക്കുവന്മാരെ കൊണ്ട്, 12 അപ്പോസ്തലന്മാരെ കൊണ്ട്, ഒരു തോമസ് ലീഹായെ കൊണ്ട് ഈ ഹിന്ദു ഭൂമിയായിരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ സുവിശേഷവൽക്കരിക്കാൻ ഒരു തോമസ് ലീഹായ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഇന്ത്യ മഹാരാജ്യം വേണ്ട, കേരളക്കര വേണ്ട, ഞാനായിരിക്കുന്ന എൻ്റെ വീട്ടിൽ എല്ലാവരും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുവാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ആർക്ക് താല്പര്യമുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാർ മരിക്കും പോലെ മരിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ. പക്ഷേ ഈ ബിലെയാമിൻ്റെ ഉള്ളിൽ ഈ പാപങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേറൊരു ഭാഗത്തേക്ക് വരട്ടെ. ഒരു ഭക്തനായ മനുഷ്യൻ, നല്ല പ്രായമുണ്ട്, ദൈവാലയത്തിൽ ഇരിക്കുകയായിരുന്നു. വയസ്സ് 750 ഉണ്ട്. 750 വയസ്സ് പ്രായമുള്ള ശിമ്യോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ
ഒരു ദിവസമുണ്ട് ശക്തമായൊരു ദൈവിക പ്രേരണ വന്നു. പയ്യെ എഴുന്നേറ്റ് ദൈവാലയത്തിന് മുമ്പിലേക്ക് ചെല്ലുക. ചെന്നപ്പോഴുണ്ട് വിശുദ്ധ മാതാവും യോസേപ്പ് പിതാവും കൂടി വരുന്നു. മാതാവിൻ്റെ കയ്യിൽ 40 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ശിമിയോൻ ഇങ്ങനെ കൈകളെ നീട്ടി. എന്താ കാത്തിരുന്നത്? കഴിഞ്ഞ 709 കൊല്ലമായിട്ട് കാത്തിരിക്കുകയാണ്. എനിക്കൊന്ന് സമാധാനത്തോടെ കടന്നു പോകണം, എനിക്ക് സമാധാനത്തോടെ ദൈവരാജ്യത്തിലേക്ക് പറന്നു പോകണം. അതിനുവേണ്ടി കാത്തിരുന്ന ശിമിയോൻ ഇപ്പോൾ അവൻ്റെ കയ്യിലേക്ക്, ആ ശിമിയോൻ്റെ കയ്യിലേക്ക് യേശു കുഞ്ഞിനെ കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കിട്ടാതെ സമാധാനമില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കിട്ടാതെ സന്തോഷമില്ല. 7 വർഷം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു ഹന്ന. 84 വർഷം വിധവയായി ജീവിച്ചു. വിധവ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും പ്രാർത്ഥനയിലും ജാഗരണത്തിലും ഏകാഗ്രതയിലും ജീവിച്ച ഒരു പ്രവാചകിയായിരുന്നു ഹന്ന. ഈ ഹന്ന ശിമിയോൻ്റെ കയ്യിൽ ഈ കുഞ്ഞിരിക്കുന്നതിനെ കണ്ടപ്പോൾ ഈ ഹന്നയും അടുത്തേക്ക് വന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹന്ന സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അത്രയും കാലം കിട്ടാത്തതായ ഒരു സ്തുതി ഈ 40 ദിവസം പ്രായമുള്ള യേശു കുഞ്ഞിനെ കണ്ടപ്പോൾ ഹന്ന സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 29-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ദൈവത്തിന് സ്തോത്രം. നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. കർത്താവേ, ഞാൻ ഇപ്പോൾ സമാധാനത്തോടെ പോവുകയാണ്. നീ സകല ജാതികൾക്ക് വേണ്ടി ഒരുക്കിയ നിന്റെ രക്ഷയെ ഇപ്പോൾ നാഥ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നീ സകല ജാതികൾക്ക് വേണ്ടി ഒരുക്കിയ നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 7-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, പഴയകാല പ്രവാചകന്മാരും ഗോത്രപിതാക്കന്മാരും നാം എല്ലാം കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാം എന്തിനാണ് കൂടി വരുന്നത്? യെശയ്യാ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ദൈവത്തെ സ്തുതിക്കണം, എനിക്ക് സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം, സമാധാനത്തോടെ എനിക്ക് അക്കരയിലേക്ക് യാത്ര ചെയ്യണം. ഈ യേശു കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സകല ജാതികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിൻ്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറയത്തക്കവണ്ണം എനിക്ക് എൻ്റെ യേശുവിനെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് എനിക്ക് സമാധാനത്തോടെ ഇനിയുള്ള മണിക്കൂറുകൾ ജീവിക്കണം. ഹന്ന എന്ന പ്രവാചകി പറഞ്ഞു, ആ കുഞ്ഞിനെ കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ, ഇത്രയും കാലം ഞാൻ ഒരു കന്യകയെ പോലെ കാത്തുകാത്തിരുന്ന രക്ഷ ഇപ്പോൾ എൻ്റെ കണ്ണിന് മുമ്പിൽ കിട്ടിയിരിക്കുന്നു. അത് പറഞ്ഞപ്പോഴേക്കും ഹന്ന ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് വിനയത്തോടെ ചോദിക്കട്ടെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് ഹൃദയത്തിൽ ഒരു സ്തുതിയുണ്ട്? എത്ര പേര് ഹൃദയത്തിലൊരു സമാധാനമുണ്ട്? എത്ര പേര് ഹൃദയത്തിൽ യേശുവുണ്ട്? നാം ഇതെല്ലാം കേട്ടുവിട്ട് പോകുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എവിടെയെന്ന് ചോദിച്ചാൽ യേശു എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം, യേശു എൻ്റെ അരികിലുണ്ടെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം യാത്ര ചെയ്യുമ്പോഴായിരിക്കാം. എൻ്റെ യേശുവേ എന്ന് ഓർക്കുമ്പോഴേക്കും ഒരു സാന്നിധ്യം. ദൈവത്തിന് സ്തോത്രം. ജോലി ചെയ്യുമ്പോൾ എൻ്റെ യേശുവേ എന്ന് ഓർക്കുമ്പോൾ ഒരു സാന്നിധ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യൻ തരുന്നതാണോ? അത്രയും യാഥാർത്ഥ്യമായ ക്രിസ്തു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് കൂട്ടായ്മയിൽ ആളുകൾ കൂടുകയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് യേശുവിനെ അനുഭവിക്കുന്ന ഏതാനും ദൈവമക്കൾ, അവർ തീയായി നിന്നുകൊണ്ട് സമാധാനം. ദൈവത്തിന് സ്തോത്രം. കന്യമാതാവിനോട് ശിമിയോൻ പറഞ്ഞു, നിന്റെ ആത്മാവിൽ കൂടി ഒരു വാൾ കടക്കും. നിനക്കിനി വലിയ പീഡകൾ വരാൻ പോകുന്നതേയുള്ളൂ, വലിയ ദുരിതങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ. ശരിയാണ് പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളും സങ്കടങ്ങളും വേദനകളും ഉള്ളതായ ഒരു ലോക ജീവിതം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ ഭൂമി നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവേ, ഞാൻ ഈ വാക്കുകളെ പറയുമ്പോൾ ഈ ലോകത്തിൽ എന്ത് വന്നാലും, ഏത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും, ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിക്കാനുള്ളതായ ധൈര്യം തരുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ അരികിലേക്ക് വന്ന് ഇറങ്ങി നിൽക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ സമാധാനം കളയുവാൻ ഉയരത്തിനോ ആഴത്തിനോ ഈ ഭൂമിയിലുള്ളതിനോ ഒന്നിനും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൂതന്മാർക്കാകട്ടെ വാഴ്ചകൾക്കാകട്ടെ അതിന് സാധിക്കില്ല. കഷ്ടതയ്ക്കോ സങ്കടത്തിനോ പട്ടിണിക്കോ രോഗത്തിനോ ആപത്തിനോ ഈ സമാധാനം കളയാൻ കഴിയുകയില്ല. ഈ സമാധാനം തരുന്ന ഭക്തനെ പോലെ ജീവിച്ച് ഭക്തനെ പോലെ കടന്നു പോകാൻ കൃപ തരുന്ന യേശു കുഞ്ഞിതാ അരികിൽ വന്ന് നിൽക്കുകയാണ്. 26-ാം അധ്യായം 7-ാം വാക്യം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും
നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അഗ്രിപ്പാ രാജാവിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ആശിച്ച ഒരു രക്ഷയുണ്ട്, ഞാൻ പ്രത്യാശിച്ചതായ ഒരു രക്ഷയുണ്ട്. 12 ഗോത്രപിതാക്കന്മാരും ഭക്തന്മാരും എല്ലാം ആഗ്രഹിച്ചതും ആശിച്ചതുമായ രക്ഷ, പ്രത്യാശിച്ചതായ രക്ഷയുണ്ട്. ആ രക്ഷയ്ക്ക് വേണ്ടി അത്രേ രാജാവേ ഞാൻ കാത്തിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ശിമിയോന്റെ അരികിലേക്ക് കന്യാമാതാവ് ചോരക്കുഞ്ഞിനെയും കൊണ്ട് കടന്നു വന്നതുപോലെ, ആ ഹന്ന എന്ന പ്രവാചകയുടെ അരികിലേക്ക് ചോരക്കുഞ്ഞു കടന്നു വന്നതുപോലെ, നിങ്ങളെല്ലാം ആഗ്രഹിച്ചതും നിങ്ങളെല്ലാം പ്രത്യാശിച്ചതും നാം ആഗ്രഹിച്ചതായ രക്ഷ എന്ന സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷമെന്ന ക്രിസ്തു എന്ന രക്ഷയാണ് ഇപ്പോൾ നമ്മുടെ അരികിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, യേശുവിതാ നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. മാലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം പറയും. മാലാഖി പ്രവാചക പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. നിങ്ങൾ ഇനി കാത്തിരിക്കേണ്ട പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനായവൻ, കർത്താവായവൻ പെട്ടെന്ന് നിങ്ങളുടെ മന്ദിരത്തിലേക്ക് വരാമെന്നാണ് പറയുന്നത്. കണ്ണുകൾ അടയ്ക്കൂ, തലകൾ വണക്കൂ. നമുക്കിപ്പോൾ സമർപ്പിക്കാനുള്ള സമയമാണ്. എൻ്റെ യേശുവേ, എൻ്റെ ഹൃദയമാകുന്ന മന്ദിരം ഞാനിതാ തുറന്നു വെക്കുന്നു. യേശുവേ, ഇവിടെ സമാധാനമില്ല, പ്രത്യാശയില്ല. എൻ്റെ ദൈവമേ, സ്തുതിയില്ല. പാപം പലപ്പോഴും കടന്നു വന്ന് എന്നെ ചപ്പി, എന്നെ വെറും പ്രയോജനമില്ലാത്ത ചണ്ടിയാക്കി മാറ്റിയിരിക്കുന്നു. എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല, ഒരു പ്രാഗൽഭ്യം കിട്ടുന്നില്ല. കർത്താവേ, ഒരു കാലത്ത് യേശു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ യേശു എവിടെയോ നഷ്ടപ്പെട്ടു പോയി. യേശു നഷ്ടപ്പെട്ടതറിയാതെ വിശുദ്ധ മാതാവ് പോലും 3 ദിവസം യാത്ര ചെയ്തു എങ്കിൽ, യേശുവേ, ഞാൻ 3 ദിവസമല്ല, 3 ആഴ്ചയല്ല, 3 വർഷമല്ല, കാലങ്ങൾ യേശു ഇല്ലാതെ നടക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് വരാമോ? വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നിയമദൂതൻ കർത്താവ് പെട്ടെന്ന് മന്ദിരത്തിലേക്ക് കടന്നു വരട്ടെ. രക്ഷ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ആർക്കെല്ലാം താല്പര്യമുണ്ട്, അവർ യേശുവിനോട് പറയൂ, എൻ്റെ യേശുവേ, പാപത്തോട് ഞാനിതാ യാത്ര പറയുന്നു, അഴുക്കിനോട് യാത്ര പറയുന്നു, അശുദ്ധിയോട് യാത്ര പറയുന്നു, വളകുളപ്പൻ സ്വഭാവത്തോട് യാത്ര പറയുന്നു, ഉന്നത ഭാവത്തോട് ഞാൻ യാത്ര പറയുന്നു. അശുദ്ധിയും കർത്താവേ, അപ്പനമ്മമാരെ ബഹുമാനിക്കാത്ത സ്വഭാവത്തോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ ദൈവമേ, നീ ദുഃഖിക്കുന്നത് എന്തെല്ലാമാണോ എല്ലാം ഞാൻ എടുത്ത് കളയുന്നു. എനിക്കൊരു ഭക്തനായി ജീവിക്കണം. എനിക്ക് ഭക്തന്മാർ മരിക്കുമ്പോൾ എനിക്ക് മരിക്കണം. യേശുവേ, ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ വിളിക്കുന്നവർ നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. സ്വർഗം ഇറങ്ങി നിൽക്കട്ടെ. മാലാഖമാർ പുഷ്പവൃഷ്ടി നടത്തട്ടെ. എൻ്റെ കർത്താവേ, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ബത്ലഹേം മലഞ്ചെരുവിൽ കാലിത്തൊഴുത്തിൽ പിറന്ന യേശു കുഞ്ഞിതാ എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനായി സ്വർഗം ചാഞ്ഞിറങ്ങി വരികയാണ്. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ആര് വിളിക്കുന്നുണ്ട്? അവർ അവരുടെ കരങ്ങളെ ഉയർത്തി വിളിക്കൂ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഒരിക്കൽ കൂടി, യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഹല്ലേലൂയ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ഹൃദയത്തിലുള്ള മറിയുന്നപ്പോൾ എലിസബത്ത് തുള്ളിച്ചാടി, സഖറിയ പുരോഹിതൻ തുള്ളിച്ചാടി, ആട്ടിടയന്മാർ തുള്ളിച്ചാടി, 750 വയസ്സുള്ള ശിമിയോൻ തുള്ളിച്ചാടി, ഹന്ന പ്രവാചക തുള്ളിച്ചാടി. യേശു ഉള്ളവൻ തുള്ളിച്ചാടും, അവൻ തുള്ളി സ്തുതിക്കും, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും, അവൻ യേശുവിനെയും കൊണ്ട് ജീവിക്കും, ഭക്തനെ പോലെ ജീവിക്കും. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിയിടാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ദൈവമേ, ഞങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുവാനും ഇത്രത്തോളം കരുതുവാനും ഞങ്ങൾ എന്തുള്ള കർത്താവേ, ഞങ്ങളെല്ലാം ആ കുരിശിന് മറവിലേക്ക് മറയുന്നു. എൻ്റെ ദൈവമേ, സകല ജാതികൾക്കും വേണ്ടിയ ഒരുക്കിയ രക്ഷ
ദൈവമേ, പ്രവാചകന്മാരും സ്നേഹന്മാരും കണ്ടതായ രക്ഷ ഈ മഹാഭാവികൾ ഈ കണ്ണുകൊണ്ട് എന്തെല്ലാം കണ്ടതാണ് കർത്താവേ. എന്നാൽ ഒരു നാൾ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ, ഇപ്പോൾ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ അത്തിരക്തം പൊതിഞ്ഞു കിടക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് ആ യേശുവിനെ സ്വീകരിപ്പാനുള്ള കൃപ തന്നുവല്ലോ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ചേർത്ത് നിർത്തണമേ, അവിടെ നിന്ന് മുന്നേ പോകണമേ കർത്താവേ. ഞങ്ങൾ ആ കുരിശിൻ്റെ പുറകിലുണ്ട് കർത്താവേ. ഞങ്ങളെല്ലാം നിൻ്റെ വക എന്ന് ഒരിക്കൽ കൂടി പറയുന്നു കർത്താവേ. ഇന്ന് ഓരോ ആവശ്യങ്ങളോട് വന്നവരെ അവിടുന്ന് തന്നെ സന്ദർശിക്കണമേ, എല്ലാ നന്മകളും അനുഗ്രഹിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ.